ഹലോ വാട്സപ്പ്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മൾ വാങ്ങിയ ടി വി എസ് ഐ ക്യൂബിൻ്റെ ഏറ്റവും ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള ഐ ക്യൂബ് 9 എന്ന് പറയുന്ന മോഡൽ. 2.2 KWHൻ്റെ ബാറ്ററി പാക്കിൽ വരുന്ന ഈ വണ്ടിക്ക് 75 കിലോമീറ്ററാണ് കമ്പനി പറയുന്ന റേഞ്ച്. ഈ വണ്ടി വെറും 2 മണിക്കൂർ കൊണ്ട് 80% ചാർജ് ആവുകയും ചെയ്യും. 950 വാട്ട്സിൻ്റെ ഒരു ചാർജറാണ് ഈ വണ്ടീൻ്റെ കൂടെ അവർ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിലെ ഓട്ടങ്ങൾക്കൊക്കെ അത്യാവശ്യം സൂട്ടബിൾ ആയിട്ടുള്ളൊരു വണ്ടി തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വണ്ടി എടുക്കാനുള്ള ഒരു കാരണം. ഈ വണ്ടിക്ക് കമ്പനി പറയുന്ന റേഞ്ച് 75 കിലോമീറ്റർ ആണെങ്കിലും റിയലായിട്ട് എത്ര കിലോമീറ്റർ റേഞ്ച് കിട്ടുന്നുണ്ട് എന്നുള്ളത് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വണ്ടിയുടെ ഒരു റേഞ്ച് ടെസ്റ്റാണ് കേട്ടോ നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ വണ്ടി വാങ്ങിച്ചപ്പോൾ തന്നെ റേഞ്ച് ടെസ്റ്റ് ചെയ്യണമെന്ന് കരുതിയിരുന്നതാണ്. പക്ഷേ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് അത് കുറച്ച് വൈകിപ്പോയി. അതുകൊണ്ട് തന്നെ എല്ലാ മോഡിലും നമുക്ക് കിട്ടേണ്ട റേഞ്ച് ടെസ്റ്റ് ഞാൻ നോക്കിയിട്ടുണ്ട്. അതായത് പവർ മോഡിലും എക്കോ മോഡിലും പില്യനായിട്ടുമുള്ള റേഞ്ച് ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ആദ്യത്തെ റേഞ്ച് ടെസ്റ്റ്. 100% ബാറ്ററി ഫുൾ ചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2366 കിലോമീറ്ററാണ് കേട്ടോ വണ്ടിയുടെ ഓഡോമീറ്ററിൽ ഇപ്പോഴുള്ള റീഡിങ്. ഡേറ്റ് വരുന്നത് ഓഗസ്റ്റ് 12, 2024. ഇപ്പോൾ സമയം 9:34 AM ആണ്. ഡിസ്പ്ലേയിൽ മുകളിൽ വലതുവശത്തായിട്ട് ഇനി ഓടുന്ന കിലോമീറ്റർ കാണിക്കും കേട്ടോ. ഇപ്പോൾ 100% ചാർജ് ഉള്ളതുകൊണ്ട് നമുക്ക് 75 കിലോമീറ്ററാണ് ഇപ്പോൾ ഓടാൻ പറ്റുക. ഓക്കെ, അപ്പോൾ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇതിപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ വണ്ടി ഓടിക്കുന്നത്. സിംഗിളായിട്ട് മാത്രമാണ് വണ്ടി ഓടിക്കുന്നത്. പുറകിൽ ഒരാളെയും കയറ്റുന്നില്ല. അതോടൊപ്പം എക്കോ മോഡിൽ മാത്രമാണ് ഞാൻ വണ്ടി ഓടിക്കുക. ഐ ക്യൂബിന് 2 റൈഡിങ് മോഡുകളാണ് വരുന്നത്. ഒന്ന് എക്കോ മോഡും ഒന്ന് പവർ മോഡും. അതിൽ എക്കോ മോഡിൽ നമുക്ക് പരമാവധി 45 km/h സ്പീഡിലാണ് പോകാൻ പറ്റുക. ഓക്കെ, നമ്മളിപ്പോൾ ഒരു 7 കിലോമീറ്റർ വണ്ടി ഓടിച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ചാർജ് ചെയ്യാനൊന്ന് കാണിക്കാം. ഇതിപ്പോൾ കാണുന്നത് എൻ്റെ TVS കണക്റ്റിൻ്റെ ആപ്പിൻ്റെ സ്ക്രീൻഷോട്ടാണ് കേട്ടോ. ഇതിൽ മുകൾ ഭാഗത്ത് നമുക്ക് മാപ്പും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതിൻ്റെ താഴെയായിട്ട് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്, കാര്യങ്ങൾ, എത്ര ശതമാനം ബാറ്ററി ഉപയോഗിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഏറ്റവും അടിഭാഗത്തായിട്ട് ഏത് മോഡിലാണ് ഓടിയത് എന്നുള്ളതും കാണുന്നുണ്ട്. എക്കോ മോഡിലാണ് നമ്മൾ 7.7 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മുടെ വണ്ടിയിൽ 94% ചാർജാണ് കേട്ടോ ബാക്കിയുള്ളത്. ഇനി 71 കിലോമീറ്റർ ഓടാനുണ്ടെന്നാണ് ഡിസ്പ്ലേയിൽ കാണിക്കുന്നത്. ഓഡോമീറ്ററിലെ റീഡിങ് 2373.9 കിലോമീറ്റർ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സമയം 10:29 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത റൈഡ് തുടങ്ങുകയാണ്. അപ്പോൾ രണ്ടാമത്തെ റൈഡ് നമ്മൾ നേരെ പോകുന്നത് കുന്നമംഗലം ടു കാലിക്കറ്റ് സിവിൽ സ്റ്റേഷനാണ് കേട്ടോ. 13.1 കിലോമീറ്ററാണ് അതിൻ്റെ ഡിസ്റ്റൻസ്. അതേ ദൂരം തന്നെ നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് ഓടിയതിൻ്റെ സ്ക്രീൻഷോട്ടാണിത്. എല്ലാം എക്കോ മോഡിൽ തന്നെയാണ് ഓടിയിട്ടുള്ളത്. ഓക്കെ, ആ 2 റൈഡും കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് വൈകിട്ട് ഏതാണ്ട് ഒരു 6 മണി സമയത്താണ് കേട്ടോ. നമുക്ക് വണ്ടിയിൽ ചാർജ് എത്രയുള്ളത് നോക്കാം. 60% ചാർജാണ് ഇനി ബാക്കിയുള്ളത്. ഇപ്പോൾ സമയം വൈകുന്നേരം 6:08 ഇനി 45 കിലോമീറ്റർ ഓടാനുണ്ടെന്നാണ് കാണിക്കുന്നത്. ഓഡോമീറ്ററിൽ 2400.2 കിലോമീറ്റർ ആയിട്ടുണ്ട്. നമ്മുടെ വണ്ടിയിലെ ഡിസ്പ്ലേയിൽ ഇപ്പോൾ കാണിക്കുന്ന കണക്ക് പ്രകാരം നമുക്കിനി 60% ചാർജിന് 45 കിലോമീറ്ററാണ് ഓടാനുള്ളത്. അതായത് നമ്മളിപ്പോൾ 40% ചാർജിന് 30 കിലോമീറ്റർ ഓടി കഴിഞ്ഞു എന്നർത്ഥം. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് 75 കിലോമീറ്റർ തന്നെയാണ് കിട്ടേണ്ടത്. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു റൈഡ് നമ്മൾ 4.7 കിലോമീറ്ററാണ് ഓടിയത്. അത് കഴിഞ്ഞിട്ട് അടുത്ത റൈഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, ഇപ്പോൾ ചാർജ് കറക്റ്റ് 50%ആണ്. 38 കിലോമീറ്ററാണ് ഇനി ഓടാനുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ കഴിഞ്ഞ 50%ത്തിന് 38 കിലോമീറ്റർ ഓടിയതും കൂടെ കൂട്ടിയാൽ മൊത്തം 76 കിലോമീറ്ററായി. ഇതൊക്കെ നമ്മൾ വെറും കാൽക്കുലേഷൻസ് മാത്രമാണ് കേട്ടോ. നമുക്ക് ഓഡോമീറ്ററിൽ കൃത്യമായിട്ട് അറിയാലോ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എന്നുള്ളത്. എന്തായാലും കമ്പനി പറയുന്ന 75 കിലോമീറ്ററിനേക്കാൾ കൂടുതൽ റേഞ്ച് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം എന്തായാലും ഉറപ്പാണ്. നമ്മൾ എക്കോ മോഡിൽ സിംഗിളായിട്ട് പോകുന്ന സമയത്ത് എന്തായാലും 75-ൽ കുറയാത്ത റേഞ്ച് എപ്പോഴും കിട്ടാറുണ്ട്. പവർ മോഡിലാണ് ഓടുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് റേഞ്ചിൽ ചെറിയ റിഡക്ഷൻ ഉണ്ടാവാറുണ്ട്. അതുപോലെ വിത്ത് പില്യൺ ആണെങ്കിലും അതിനനുസരിച്ച് റേഞ്ച് കുറയാറുണ്ട്.
പക്ഷേ എക്കോ മോഡ് സിംഗിളിൽ 75 കുറയാത്ത റേഞ്ച് കിട്ടുമെന്ന് എനിക്ക് കൺഫേം ആക്കിയിട്ട് പറയാൻ പറ്റും. പക്ഷേ അത് എത്രയാണെന്ന് മാത്രമേ നമുക്ക് കണ്ടുപിടിക്കേണ്ടതുള്ളൂ. ഓക്കെ, ഈ ഒരു റൈഡ് നമ്മളിപ്പോൾ 3.5 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. ഇപ്പോൾ സമയം ഏതാണ്ട് രാത്രി 7 മണി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏതായാലും നമ്മൾ വണ്ടിയുടെ ചാർജ് ഏകദേശം തീരുന്ന വരെ തന്നെ ഓടിക്കാൻ പോവുകയാണ്. ഇതിപ്പോൾ വണ്ടിയുടെ ഹെഡ്ലൈറ്റൊക്കെ നമുക്ക് കാണാം, അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉള്ളൊരു ഹെഡ്ലൈറ്റാണ്. ഇതിപ്പോൾ ഞാൻ ഡിം അടിച്ചിട്ട് തന്നെയാണ് ഓടിക്കുന്നത്. പക്ഷേ അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉള്ള ഒരു ഹെഡ്ലൈറ്റാണ്. അങ്ങനെ ഈ ഒരു റൈഡ് നമ്മളിപ്പം 32.7 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. മുഴുവനും എക്കോ മോഡിൽ തന്നെയാണ് ഓടിച്ചിട്ടുള്ളത്. ചാർജ് ബാക്കിയുള്ളത് 10%. ആ ഒരു സമയത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ വീഡിയോ അത്ര ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റിയില്ലായിരുന്നു. ഇതിപ്പോൾ നമ്മൾ ഓഡോമീറ്ററിൽ 2440.9 കിലോമീറ്ററാണ് കാണിക്കുന്നത്. നമ്മൾ തുടങ്ങിയത് 2366.2 എൻഡ് ചെയ്തത് 2440.9. അപ്പോൾ അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 74.7 കിലോമീറ്ററാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. അതായത് 90% ബാറ്ററി പെർസെൻറ്റേജ് കൊണ്ട് തന്നെ നമുക്ക് 75 കിലോമീറ്റർ റേഞ്ച് കിട്ടിയിട്ടുണ്ട്. വണ്ടിയിൽ 10% ചാർജ് ഇനിയും ബാക്കിയാണ്. ആ ഒരു 10% ചാർജ് കൊണ്ട് ഇനിയൊരു 8 കിലോമീറ്റർ കൂടെ ഓടുന്നതാണ് വണ്ടിയുടെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുള്ളത്. നമുക്ക് ഇതുവരെ വണ്ടി പ്രെഡിക്റ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ റേഞ്ച് കിട്ടിയത് കൊണ്ട് തന്നെ ആ 8 കിലോമീറ്ററിലും കൂടുതൽ റേഞ്ച് തന്നെ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. അപ്പോൾ ഇനിയുള്ള ആ ഒരു 8 കിലോമീറ്റർ റേഞ്ചും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് 83 കിലോമീറ്റർ റേഞ്ചാണ് എക്കോ മോഡിൽ നമുക്ക് കിട്ടുന്നുള്ളത് ഈ വണ്ടിക്ക്. സത്യത്തിൽ ഈ വണ്ടിയുടെ റേഞ്ച് ടെസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ചെയ്ത ഈ ടെസ്റ്റ് ശരിക്കും ഒരു റീടെസ്റ്റാണ്. ഇതിന് മുന്നേ ഞാൻ എൻ്റെ നിലയിൽ വേറൊരു റേഞ്ച് ടെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് 100% ചാർജ് ചെയ്ത വണ്ടി ഞാൻ 1% ചാർജ് വരെ ഓടിച്ചു. ആ ഒരു റേഞ്ച് ടെസ്റ്റിൽ എനിക്ക് കിട്ടിയത് 85 കിലോമീറ്റർ റേഞ്ചാണ്. ഞാൻ 75 കൂടുതൽ റേഞ്ച് പ്രതീക്ഷിച്ചിരുന്നു, ഒരു 80 പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ 85 കിട്ടിയപ്പോൾ, അതായത് കമ്പനി പറയുന്ന കിലോമീറ്ററിനേക്കാൾ 10 കിലോമീറ്റർ അധികമാണ് കിട്ടിയിട്ടുള്ളത്. ആ ഒരു റേഞ്ച് ടെസ്റ്റിൻ്റെ വീഡിയോ എനിക്ക് കംപ്ലീറ്റ് എടുത്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ രണ്ടാമതൊരു റീടെസ്റ്റ് കൂടി നടത്തിയിട്ട് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എക്കോ മോഡിൽ സിംഗിളായിട്ടുള്ള റേഞ്ച് കിട്ടുന്നത്. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് എക്കോ മോഡിൽ തന്നെ ഒരു പില്ലിനെയും കൂടെ വെച്ചിട്ട് എത്ര കിലോമീറ്റർ റേഞ്ച് കിട്ടും എന്നുള്ളതാണ്. നമ്മളിനി എക്കോ മോഡിൽ ഒരു പില്ലിനുമായിട്ട് പോയി കഴിഞ്ഞാൽ എത്ര കിലോമീറ്റർ റേഞ്ച് കിട്ടുമെന്നാണ് നോക്കാൻ പോകുന്നത്. വണ്ടിയുടെ ചാർജ് 100% ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സമയം 8:09. ഓഡോമീറ്ററിലെ റീഡിങ് കാണിക്കുന്നത് 2300.4 കിലോമീറ്ററാണ്. 75 കിലോമീറ്റർ ഇനി ഓടും എന്നും കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഫാമിലി ആയിട്ടാണ് കേട്ടോ ഈ റൈഡ് പോകുന്നത്. റേഞ്ചിൽ പരമാവധി എത്ര ഡ്രോപ്പ് വരും എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യാണ്. ഈ റൈഡൊന്നും തന്നെ ഞാനൊരു റേഞ്ച് ടെസ്റ്റിന് വേണ്ടി മാത്രം ചെയ്യുന്നതൊന്നുമല്ല കേട്ടോ. ഞാൻ എൻ്റെ സാധാരണ ലൈഫിൽ ആവശ്യങ്ങൾ കൂടുന്ന പോലെ തന്നെ ഓടുന്നു. അതിലെത്ര കിലോമീറ്റർ റേഞ്ച് കിട്ടുന്നു എന്നുള്ളത് നോക്കിയിട്ട് അതിവിടെ വീഡിയോ ആക്കി പ്രൊഡ്യൂസ് ചെയ്യുന്നു, അത്രയേ ഞാൻ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാതരം റോഡും എല്ലാ കാലാവസ്ഥയും ഒക്കെ ഈ റൈഡിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതായത് ഗട്ടർ റോഡാണെങ്കിലും ചെറിയ റോഡാണെങ്കിലും അല്ല ബൈപ്പാസ് ആണെങ്കിലും ഒരുവിധം എല്ലാ റോഡിലൂടെയും ഓടിച്ചുകൊണ്ടാണ് നമ്മൾ ഈ റൈഡ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇത് കോഴിക്കോട് ഹൈലൈറ്റ് മാളിൻ്റെ മുന്നിലാണ്. നമ്മൾ മാങ്കാവിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് കേട്ടോ ഈ റൈഡിൻ്റെ TVS കണക്റ്റ് ആപ്പിൻ്റെ സ്ക്രീൻഷോട്ട്. ഇതിൽ വൺ സൈഡ് നമ്മൾ 11.7 കിലോമീറ്ററാണ് കേട്ടോ ഓടിയിട്ടുള്ളത്. അതുപോലെ തന്നെ തിരിച്ചും അതെല്ലാം എക്കോ മോഡ് തന്നെയാണ് ഓടിയിട്ടുള്ളത്. നിങ്ങൾക്ക് ആ സ്ക്രീൻഷോട്ട് നോക്കിയാൽ അറിയാം. നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ 23 കിലോമീറ്ററിൻ്റെ മേലെ ഓടിയിട്ടുണ്ട്. ഇപ്പോൾ 74% ചാർജാണ് ബാക്കിയുള്ളത്. 2325.5 ഓഡോമീറ്ററിൽ റീഡിങ്. അപ്പം നമ്മൾ അടുത്ത റൈഡ് നേരെ കോഴിക്കോട് സിറ്റിയിലേക്കാണ് കേട്ടോ. ഇതാണ് കേട്ടോ റൈഡിൻ്റെ സ്ക്രീൻഷോട്ട്. മൊത്തം 13.3 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. എല്ലാം എക്കോ മോഡ് തന്നെയാണ് ഓടിയിട്ടുള്ളത്. ഈ റേഞ്ച് ടെസ്റ്റ് കംപ്ലീറ്റ്ലി പില്ലിയണിയും വെച്ചുകൊണ്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അതായത് 2 പേര് വണ്ടിയിലിരിക്കുമ്പോൾ നമ്മൾ നോർമൽ മോഡിൽ തന്നെയാണ് ഓടുന്നതെങ്കിൽ പരമാവധി നമുക്ക് എത്ര റേഞ്ചിൽ ഡ്രോപ്പ് വരും എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. കമ്പനി പറയുന്ന റേഞ്ച് 75 കിലോമീറ്ററാണ്.
എക്കോ മോഡിൽ. അതവർ വിത്ത് പില്യൺ അല്ലെങ്കിൽ സിംഗിൾ അങ്ങനെയൊന്നും അവർ പറയുന്നില്ല. 75 കിലോമീറ്റർ റേഞ്ച് എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ വിത്ത് പില്യണായിട്ട് പോകുമ്പോൾ നമുക്ക് എത്ര കിലോമീറ്റർ റേഞ്ച് കിട്ടും എന്നുള്ളതാണ് നോക്കേണ്ടത്. എല്ലാം 41-42 കിലോമീറ്റർ സ്പീഡിലാണ് വണ്ടി ഓടിച്ചിട്ടുള്ളത്. എക്കോ മോഡിൽ നമുക്ക് പരമാവധി 45 km/h സ്പീഡ് കിട്ടുന്നത്. ഇനി നമ്മുടെ തിരിച്ചിങ്ങോട്ടുള്ള റൈഡിൻ്റെ സ്ക്രീൻഷോട്ടാണിത്. ഇതിൽ കാണാം എല്ലാം എക്കോ മോഡിൽ തന്നെയാണ് ഓടിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ വണ്ടിയുടെ ചാർജും കാര്യങ്ങളൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം. ഇനി 33% ചാർജാണ് വണ്ടിയിൽ ബാക്കിയുള്ളത്. അപ്പം നമ്മൾ ആ ചാർജും കൂടെ തീർക്കാൻ വേണ്ടി അടുത്തൊരു റൈഡ് പോകാൻ പോവാണ്. ഓഡോമീറ്റർ റീഡിങ് 2350.1 ആണ്. സമയം 4:11 ആയിട്ടുണ്ട്. ഇനി നമുക്ക് 25 കിലോമീറ്ററും കൂടെ ഓടാൻ പറ്റുമെന്നാണ് ഡിസ്പ്ലേയിൽ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ റൈഡും കൂടെ കഴിഞ്ഞിട്ടൊന്ന് നോക്കാം പരമാവധി എത്ര കിലോമീറ്റർ റേഞ്ച് കിട്ടുന്നുണ്ട് എന്നുള്ളത്. ഞാൻ നോർമൽ മോഡിൽ പരമാവധി റീജനറേഷനൊക്കെ ഉപയോഗിച്ച് തന്നെയാണ് കേട്ടോ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വെറുതെ കുറേ ത്രോട്ടിൽ കൊടുക്കുക, കുറേ ബ്രേക്ക് പിടിക്കുക, അങ്ങനെയല്ല. പരമാവധി ബ്രേക്കിങ്ങിൻ്റെ സ്ഥലമൊക്കെ വരുമ്പോൾ ഒന്ന് മുൻകൂട്ടി കണ്ടിട്ട് വണ്ടി ഒന്ന് സ്ലോ ഡൗൺ ചെയ്തിട്ട് റീജനറേഷൻ പരമാവധി കിട്ടുന്ന രീതിയിൽ വണ്ടി ഓടിക്കുക. ഓക്കെ, ഈ റൈഡ് കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയപ്പോഴേക്ക് ബാറ്ററി ഏകദേശം 10% ആയിട്ടുണ്ട്. ഓഡോമീറ്റർ റീഡിങ് 2366.2 കിലോമീറ്ററാണ്. അപ്പോൾ നമുക്കൊന്ന് റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. നമ്മൾ തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ഓഡോമീറ്റർ റീഡിങ് എത്രയായിരുന്നു? 2300.4 ആയിരുന്നു കേട്ടോ നമ്മളെ തുടക്കത്തിലെ റീഡിങ്. അത് 2366.2 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 68.5 കിലോമീറ്ററാണ് കിട്ടുന്നത്. അപ്പോഴാ 65.8 കിലോമീറ്ററും പിന്നെ നമ്മുടെ മീറ്ററിൽ ഇനി ഒരു 8 കിലോമീറ്റർ ഓടിക്കാനുള്ളതായിട്ടും കാണിക്കുന്നുണ്ട്. ബാക്കി 10% ചാർജ് കൂടെ ബാക്കിയുണ്ടല്ലോ. അപ്പോൾ ആ 1 കിലോമീറ്ററും കൂടെ ഇതിനോട് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 73.8, അതായത് 74 കിലോമീറ്റർ നമുക്ക് എക്കോ മോഡിൽ വിത്ത് പില്യൺ കിട്ടുന്നുണ്ട്. കമ്പനി പറയുന്ന റേഞ്ച് 75 കിലോമീറ്ററാണ്. അപ്പോൾ നമുക്ക് വിത്ത് പില്യൺ ആണെങ്കിൽ തന്നെ അപ്രോക്സിമേറ്റ് അവർ പറയുന്ന ആ റേഞ്ചിൻ്റെ അടുത്തായിട്ട് കിട്ടുന്നുണ്ട്. ഇനി നമുക്കൊരൊറ്റ റേഞ്ച് ടെസ്റ്റും കൂടെ ചെയ്യാനുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പില്യണായിട്ട് പവർ മോഡിലാണ് പോകുന്നത് വെച്ചാൽ പരമാവധി എത്ര റേഞ്ചിൽ എത്ര ഡ്രോപ്പ് വരുന്നുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതുകൊണ്ട് തന്നെ ഇനി എടുക്കാൻ പോകുന്ന റേഞ്ച് ടെസ്റ്റിൽ നമ്മൾ പരമാവധി പവർ മോഡിലാണ് കേട്ടോ വണ്ടി ഓടിക്കാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെ ഞാൻ ഇന്നലെ രാത്രി 100% ചാർജ് ചെയ്ത് വെച്ചതായിരുന്നു. പക്ഷേ ഇപ്പോൾ 98% ചാർജ് ആയിട്ടുണ്ട്. അത് ചില സമയത്ത് അങ്ങനെ ചെറിയൊരു ഡ്രോപ്പ് വരാറുണ്ട് ചാർജിങ്ങിൽ. എന്തായാലും നമുക്ക് ആ 98 തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓഡോമീറ്റർ റീഡിങ് 2560.8 കിലോമീറ്ററാണ് കേട്ടോ. ഇനി ഓടുന്ന ദൂരം 74 കിലോമീറ്ററും. അപ്പോൾ നമ്മൾ എക്കോ മോഡ് പരമാവധി ഒഴിവാക്കിയിട്ട് പവർ മോഡിൽ ഇട്ടിട്ടാണ് ഓടിക്കുന്നത്. വിത്ത് പില്യണുമാണ്. പരമാവധി റേഞ്ചിൽ എത്ര ഡ്രോപ്പ് വരുമെന്നാണ് നോക്കുന്നത്. നമ്മൾ പവർ മോഡിൽ ഇട്ടിട്ടാണ് ഓടിക്കുന്നത്. 50-55 ആവറേജ് സ്പീഡിലാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നുള്ളത്. എക്കോ മോഡിൽ നമുക്ക് 45 കിലോമീറ്റർ മാത്രമേ കിട്ടുള്ളൂ. ഇതാണ് നമ്മുടെ ഈ റൈഡിൻ്റെ ഡീറ്റെയിൽസ്. ഇതിൽ ഞാൻ 2.4 കിലോമീറ്റർ എക്കോ മോഡിലും ബാക്കി 19.4 കിലോമീറ്റർ പവർ മോഡിലാണ് ഓടിച്ചിട്ടുള്ളത്. അവിടുന്ന് തിരിച്ചുള്ള റൈഡും അതുപോലെ തന്നെയാണ് ഓടിച്ചിട്ടുള്ളത്. എക്കോ മോഡിൽ 7.5 കിലോമീറ്ററും പവർ മോഡിൽ 23.3 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് നമ്മുടെ പണി നടന്നുകൊണ്ടിരിക്കുന്ന ദേശീയപാതയാണ് കേട്ടോ. അങ്ങനെ നമ്മളെ പവർ മോഡിലുള്ള റൈഡൊക്കെ കഴിഞ്ഞ് ബാറ്ററി 10% ആയിട്ടുണ്ട്. ഓഡോമീറ്റർ റീഡിങ് 2616.5 ആണ്. 2560.8 ആയിരുന്നു നമ്മളെ പഴയ റീഡിങ്. അപ്പോൾ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പം 55.7 കിലോമീറ്ററാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. വണ്ടിയിൽ ഇനി 10% ചാർജ് കൂടെ ബാക്കിയുണ്ട്. അതിനൊരു 6 കിലോമീറ്ററും കൂടെ കാണിക്കുന്നുണ്ട്. അതും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 61.7, അതായത് അപ്രോക്സിമേറ്റ് 62 കിലോമീറ്റർ റേഞ്ച് കിട്ടുന്നുണ്ട്. പവർ മോഡിൽ കമ്പനി നമ്മളോട് പറയുന്നത് 60 കിലോമീറ്റർ റേഞ്ചാണ്. പക്ഷേ പരമാവധി 72-73 കിലോ ഉള്ള 2 പേര് വെച്ച് ഓടിയിട്ടും ഏതാണ്ട് ആ റേഞ്ച് കിട്ടുന്നുണ്ട്.
ശരിക്കും ടി വി എസിന് കുറച്ചുകൂടെ റേഞ്ച് കൂട്ടി പറയാമെന്നാണ് എൻ്റെ ഒരു ഇത്.